എഫീസ് ലേഖനം 6:12 പറയുന്നു, മനുഷ്യരോടല്ല നാം പോരാടേണ്ടത്. എന്തുകൊണ്ടാണ് വചനം ഇങ്ങനെ ഒരു വെളിവ് വിശ്വാസിക്ക് തരുന്നത്? അതായത് ദൈവമാണ് മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചത്. മനുഷ്യന് ദൈവത്തിൻ്റെ രൂപമാണ്, അല്ലെങ്കിൽ മനുഷ്യൻ ദൈവത്തെ പോലെയാണ്. ഓരോരുത്തരും ദൈവത്തെ നേരിട്ട് കണ്ടാൽ അവൻ നമുക്കോരോരുത്തർക്കും നമ്മുടെ രൂപത്തിൽ തന്നെ ആയിരിക്കും. നമ്മുടെ കാവൽ മാലാഖമാർക്ക് നമ്മുടെ ഛായ തന്നെയാണെന്ന് പറയുന്നത് പോലെ നാമും ലൂസിഫറിനെ പോലെ ആകാതിരിക്കുവാനാണ് മനുഷ്യൻ ദൈവത്തെ മുഖാമുഖം കാണുവാൻ അനുവദിക്കാത്തതിൻ്റെ ഒരു കാരണം. അതുകൊണ്ടാണ് ദൈവത്തെ പോലെ ഇരിക്കുന്ന മനുഷ്യനിൽ തിന്മ അനുവദിക്കാനാവില്ല എന്ന് ദൈവം പറയുന്നത്. ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചത് അവരോടൊപ്പം വസിക്കുവാനാണ്. അപ്പോൾ വിശുദ്ധനായ ദൈവം വസിക്കുന്ന സ്ഥലം വിശുദ്ധമായിരിക്കണം. ദൈവം ആദ്യ മാതാപിതാക്കളെ സൃഷ്ടിച്ചപ്പോൾ അവർ ദൈവ സ്വഭാവത്തിലായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അവരുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരുന്നത്. ഉൽപ്പത്തി പുസ്തകം 3:8. എന്നാൽ സാത്താൻ അവരെ വശീകരിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞപ്പോൾ ദൈവം അവർക്ക് നൽകിയ ദൈവ സ്വഭാവവും മഹത്വവും നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് അവർ നഗ്നരെന്ന അവസ്ഥയിലേക്ക് പോയത്, ദൈവസാന്നിധ്യമാകുന്ന ഏദനിൽ നിന്നും പുറത്തായത്. ദൈവസാന്നിധ്യവും നഷ്ടപ്പെട്ട മഹത്വവും തിരികെ നേടിയെടുക്കുവാൻ ആദാമ്യ സന്തതിക്ക് സാധിക്കാതെ വന്നപ്പോൾ കർത്താവ് മുൻ നിർണയിച്ച പ്രകാരം മനുഷ്യനായി അവതരിച്ച് ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുകയും അവനിൽ വിശ്വസിച്ചവരെ അതിനുള്ളിലാക്കുകയും ചെയ്തത്. എന്നാൽ കർത്താവിനെ പോലെ ഇരിക്കുന്നവരും പാപത്തിൽ നിന്നും വീണ്ടെടുത്ത് സ്വഭാവശുദ്ധി ചെയ്ത് കർത്താവിൻ്റെ ശരീരവും സഭയുമാകുന്ന ദൈവരാജ്യത്തിൽ മണവാട്ടിയാക്കി തീർത്ത നാം കലഹക്കാരനായ സാത്താൻ്റെ അടിമത്തത്തിലും സ്വാധീനത്തിലും പെട്ട് ദൈവസൃഷ്ടിയും നമ്മുടെ സഹോദരങ്ങളും ദൈവത്തിൻ്റെ മക്കളുമായവരോട് സദാ കലഹിച്ചുകൊണ്ടിരിക്കുകയാണോ? രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന നാം എപ്പോഴും കലഹക്കാരനായ സാത്താൻ്റെ അടിമത്തത്തിൽ കഴിയുകയാണോ? നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. ആദമിനെ പോലെ നാം വശീകരണത്തിൽ വീഴുന്നുണ്ടോ? ശുദ്ധിയില്ലാത്ത മനസ്സുമായി ജീവിച്ച കയീൻ്റെ വഴിപാടിലും പ്രസാദിക്കാതെ ഹാബേലിലും വഴിപാടിലും പ്രസാദിച്ചപ്പോൾ യഹോവയോടുള്ള കയീൻ്റെ കോപം സഹോദരനായ ഹാബേലിനെ കൊന്നുകളഞ്ഞതിലൂടെയാണ് തീർത്തത്. അതുപോലെ നമുക്ക് ദേഷ്യവും അരിശവും നിരാശയും ഉണ്ടാകാറുണ്ടോ? പ്രിയമുള്ളവരെ, ലൂസിഫറിനെ പോലെ ദൈവത്തോട് മത്സരിക്കരുത്. കർത്താവ് കയീനോട് പറഞ്ഞതുപോലെ പാപത്തെയാണ് കീഴടക്കേണ്ടത്. അല്ലാതെ അവരവരുടെ പാപം മൂലം സാത്താൻ അടിമപ്പെട്ട് അവൻ്റെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിച്ചു പോകുന്ന ദൈവാത്മാവ് വസിക്കുന്ന ദൈവസൃഷ്ടിയായ മനുഷ്യരോടല്ല. അതെ, വഞ്ചകനായ കലഹക്കാരനായ സാത്താൻ അടിമപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരോടല്ല. എന്നാൽ അത് തിരിച്ചറിയാതെ അന്യോന്യം കലഹിക്കുന്ന നമ്മോട് വചനം പറയുന്നു, മനുഷ്യരോട് കലഹിക്കരുത്. ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന അവിടുന്ന് നമുക്ക് തന്നിരിക്കുന്നു. അതത്രേ നമ്മെക്കുറിച്ചുള്ള ദൈവേഷ്ടം. ക്രിസ്തീയ സ്നേഹമാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ മുഖമുദ്ര. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.